ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ചിക്കൻ ടിക്ക പിസ്സ ബ്രെഡ് റോളാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് റോളാണ്. പലതരത്തിൽ നമ്മൾ ബ്രെഡ് വെച്ചിട്ട് റോൾ ഉണ്ടാക്കും. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ആണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമുക്കൊരു ഷവർമയൊക്കെ കഴിക്കുന്ന ടേസ്റ്റും കിട്ടും, പിസ്സ തിന്നുന്ന ടേസ്റ്റ് കിട്ടും, ബ്രെഡ് റോൾ കഴിക്കുന്ന ടേസ്റ്റും ഉണ്ടാവും. എല്ലാം കൂടെ ഒന്നിച്ച് വരുന്ന നല്ല അടിപൊളി സ്നാക്കാണ്. റമദാനിനൊക്കെ പറ്റിയതുമാണ്. അല്ലാണ്ട് തന്നെ നമുക്ക് ചായക്കടിയായിട്ടും ഗസ്റ്റൊക്കെ വരുന്നവരൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ ഐറ്റമാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. മസ്റ്റ് ട്രൈ ആണ്. ഇൻഷാല്ലാ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു വേണ്ട. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകണ്ട. അപ്പോൾ ഞാനിവിടെ ഈ ഒരു റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തത്. അപ്പോൾ ഞാനിങ്ങനെ ഈ ബ്രസ്റ്റ് പീസ് കാണിക്കാത്തതിനെ കൊണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഏത് തരം ബ്രസ്റ്റ് പീസാണ് ഉപയോഗിക്കൽ. ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. ഫ്രഷ് ബ്രസ്റ്റ് പീസ് ഇങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഇത് 1/2 കിലോ ആണുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ ചെയ്ത് വെക്കേണ്ട സാധനങ്ങൾ കുറച്ച് ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ 3 തരം ബെൽ പെപ്പേഴ്സ്, ക്യാപ്സിക്കം പച്ച, പിന്നെ മഞ്ഞ, ചുവപ്പ്, ഈ 3 തരം പെപ്പേഴ്സും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ കാണിച്ച ആ ഒരു ബ്രസ്റ്റ് പീസില്ല, അത് ചെറുതായിട്ട് മുറിച്ചതാണ്. ഇത് ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ നല്ല ചെറുതാക്കിയിട്ട് ചെറിയ ക്യൂബായിട്ട് തന്നെ മുറിച്ചെടുക്കാൻ വേണ്ടി നോക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വേണ്ടിയത് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചതും 1/2 ടേബിൾ സ്പൂൺ തന്നെ വെളുത്തുള്ളി അരച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് സോയാ സോസാണ് വേണ്ടിയത്. ഒരു 2 ടീസ്പൂണൊക്കെ മതിയാവും സോയാ സോസ് ഒഴിച്ച് കൊടുത്ത്. പിന്നെ വേണ്ടിയത് നമ്മളെ മുളക് പൊടിയാണ്. അതിപ്പോൾ ഒരു 1.5 ടീസ്പൂണൊക്കെ വേണ്ടി വരും. 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം നമ്മളെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് നമ്മളെ ഗരം മസാല പൊടിയാണ്. അതും ഒരു 1/4 ടീസ്പൂണാണ് ഇട്ടത്. പിന്നെ വേണ്ടത് നമ്മളെ ക്യുമിൻ പൗഡർ, നല്ല ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് വിനെഗറാണ് കേട്ടോ, സുർക്ക, അത് 1 ടീസ്പൂൺ സുർക്ക ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇതിലിപ്പോൾ മസാല ആയിട്ട് വേണ്ടിയത്. നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു ചിക്കനിൽ ഇറങ്ങി വരുന്നൊരു വെള്ളം ഉണ്ടാവും, അതൊന്ന് വറ്റുന്നവരെ നല്ല ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇനി ഈ ഓയിൽ കിടന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. എന്നാലിത് ഭയങ്കര ഡ്രൈ ഫ്രൈ അല്ല, എന്നാൽ ജസ്റ്റ് ഒരു സെമി ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ അത് ഈ ഒരു ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വെള്ളം ഇനി വറ്റിയാൽ മതി കേട്ടോ, അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അത് ഏകദേശം ആ ഒരു ചിക്കനിലുള്ള വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പാകം മതിട്ടോ, വല്ലാണ്ട് ചിക്കൻ ഹാർഡായി പോകാൻ പാടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടണം. ഇതാണ് ചിക്കൻ ടിക്ക. അപ്പോൾ ചിക്കൻ ടിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം, വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു സെയിം പാനിൽ തന്നെയാണ് ബാക്കി മസാല നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാറ്റി വെക്കുക. ഇപ്പോൾ മൊത്തം ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്, ഇതവിടെ മാറ്റാം. ഇനിയിപ്പോൾ ആ സെയിം പാനിലേക്ക് തന്നെയാണ് നമ്മൾ കുറച്ചും കൂടെ ഓയിൽ വെച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂണും കൂടി ഓയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ച എല്ലാ പച്ചക്കറിയും, ക്യാബേജ്, ക്യാബേജ് കുറച്ച് കൂടുതൽ എടുക്കുക, ക്യാരറ്റ് കുറച്ച് മതി. പിന്നെ അതേപോലെ തന്നെ ഓരോ ബെൽ പെപ്പറാണ് ഞാൻ എടുത്തത് കേട്ടോ. ഒന്ന് മഞ്ഞ, ഒന്ന് പച്ച, ഒന്ന് റെഡ്. ഇനി ഇതിലേക്ക് ഒരു ചിക്കൻ ക്യൂബും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മളെ മാഗിൻ്റെ ചിക്കൻ ക്യൂബ്. പിന്നെ കുറച്ച് ഉപ്പ് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കാരണം ചിക്കൻ്റെ ക്യൂബിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു ചിക്കൻ ക്യൂബ് ഇതിൽ അലിയും വേണം കേട്ടോ. അതൊന്ന് പാനിൻ്റെ അടിയിലാക്കി വെച്ച് കൊടുക്കുക. അപ്പം 2 മിനിറ്റ് കൊണ്ട് തന്നെ അതങ്ങ് അലിഞ്ഞ് വരും. ഇപ്പോൾ ഇത് കണ്ടില്ല. അപ്പോൾ അലിഞ്ഞതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 2-3 മിനിറ്റ് നേരം ഇതൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒന്ന് എന്താ പറയുക, ഫുള്ളായിട്ട് വേവണ്ട, എന്നാലിത് ആവശ്യത്തിന് വേവും വേണം. അതായത് ഈ ഒരു പാകമാണ് ഇതിൻ്റെ വേണ്ടി. ഇതൊരു വെള്ളം ഇറങ്ങി വരും, ആ വെള്ളം വറ്റിയാൽ മതി. അത് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒരു പാകം എന്ന് പറയുന്നത് ഇന്ന് വെള്ളം വരും. അപ്പോൾ ആ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. തീ ഹൈ ആക്കി വെക്കണം, ഹൈയിലാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അത് നമ്മളെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് ഒന്ന് ചൂടാറട്ടെ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്, ചൂടൊക്കെ ആറിയ ശേഷമാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഇതിൽ തീരെ വെള്ളം ഉണ്ടാകാൻ പാടില്ല, വെള്ളം വറ്റിച്ചെടുക്കാൻ വേണ്ടി കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ടിക്ക ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു ടിക്ക ഈ ഒരു വെജിറ്റബിൾസിൻ്റെ മിക്സും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മയോണൈസാണ്. അപ്പോൾ മയോണൈസ് ഞാനിപ്പോൾ ഇടുന്ന ഒരു 3 വലിയ ടേബിൾ സ്പൂൺ മയോണൈസ് വേണ്ടി വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഗാർലിക് സോസ് വീട്ടിലുണ്ടാക്കിയത് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ റെഡിമെയ്ഡ് മയോണൈസാണ് ചേർത്ത് കൊടുത്തത്. ഏകദേശം ഈ 3 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഒരു 1/2 കപ്പോളം ഉണ്ട്. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും കെച്ചപ്പ്. ഒരു 1/2 കപ്പ് ഇതും നമ്മളെ മയോണൈസുമാണ് ചേർത്തത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്താൽ ഈ ഒരു പാകത്തിലാണ് ഉണ്ടാവുക കേട്ടോ. ഇത് വെറുതെ കഴിക്കാനൊക്കെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ഫില്ലിംഗ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റിയാണ്. ഇനിയിപ്പോൾ ഞാൻ ബ്രെഡാണ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ ഏതോ വീഡിയോയിൽ കമൻസ് ചോദിച്ചിരുന്നു ഏതാണ് ബ്രെഡ് വാങ്ങിക്കുന്നത്. ഇതാണ് കേട്ടോ, അൽമറൈൻ്റെ ലൂസൈനാണ് ഞാനിവിടെ വാങ്ങിക്കൽ.
അപ്പോൾ സാൻഡ്വിച്ച് ബ്രെഡാണ് വേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് നമ്മളിങ്ങനെ ഇരണ്ടിച്ചെടുത്തിട്ട് നമ്മൾ അതിൻ്റെ സൈഡൊന്ന് മുറിച്ച് മാറ്റണം. സൈഡ് ഇതിന് വേണ്ട കേട്ടോ, സൈഡ് ഫുള്ളായിട്ട് മാറ്റുക. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ഇതിനുള്ള ബ്രെഡ് ക്രംസും ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഇത് ഓരോന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഈ ബ്രെഡ് വെച്ചിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നല്ല പുതിയ ബ്രെഡ് തന്നെ ആയിരിക്കണേ. പുതിയ ബ്രെഡിൽ അത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനിയിപ്പോൾ നന്നായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. കുറച്ചൊന്നും പോരാ, നല്ലോണം ഫില്ലിങ് വെക്കുക, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിൻ്റെ സൈഡ് മൊത്തത്തിൽ ഇങ്ങനെ വെള്ളം തൊട്ട് നനച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് 4 ഭാഗത്തും വെള്ളം തൊട്ടിട്ട് നനച്ചതിന് ശേഷം ഇതിങ്ങോട്ടേക്ക് മടക്കിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു വെള്ളം തൊടുന്നതുകൊണ്ട് തന്നെ പുതിയ ബ്രെഡാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് പ്രസ്സായി വരും. അപ്പോൾ അത് തുറന്നു പോകുമൊന്നുമില്ല. അപ്പോൾ അത് കണ്ടില്ല, നന്നായിട്ട് ഞാൻ 4 ഭാഗവും പ്രസ്സാക്കിയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം തൊട്ട് കൊടുത്താൽ മതി, അന്നേരം വേഗം ഇത് പ്രസ്സായിക്കോളും. അപ്പോൾ അത് കണ്ടല്ലോ, ഫസ്റ്റ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഫില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ വിട്ടുപോകരുത്. എല്ലാവരും ഒരു ചെറുതൊരു കമൻറ്റ് ഇടണേ. അപ്പോൾ അത് ഞാൻ അടുത്ത ബ്രെഡും ഇതേപോലെ തന്നെ പരത്തിയെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് പരത്തിയതിന് ശേഷം നടുവിൽ മാറ്റി ഫില്ലിങ് വെച്ചെടുക്കുക. ഫില്ലിങ് കുറച്ച് കൂടുതൽ തന്നെ വെച്ചോട്ടോ, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് ശരിക്കും ഒന്ന് കഴിച്ചാൽ തന്നെ ഒരു നോമ്പ് തുറക്കാനൊക്കെ ആണെങ്കിൽ ഈ ഒരൊറ്റ സ്നാക്ക് മതി കേട്ടോ. ഒന്ന് കഴിച്ചാൽ തന്നെ വയറ് നിറയും, നല്ല ഹെവിയാണിത്. അപ്പോൾ അത് ഞാൻ 4 ഭാഗത്തും വെള്ളം തൊട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക, ഒട്ടിച്ചെടുക്കുക. അപ്പോൾ അത് കണ്ടല്ലോ, രണ്ടാമത്തും ഞാനിങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ വലിയൊരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്, ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ 2 പാക്കറ്റ് ബ്രെഡ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ മൊത്തം ഇങ്ങനെ ചെയ്തെടുത്തതാണ്. ഇങ്ങനെ ഇനിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 പാക്കറ്റ് ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്തത്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എല്ലാ ഭാഗവും നന്നായിട്ട് ഒട്ടണം കേട്ടോ. എല്ലായിടത്തും നല്ല പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ഇനിയിപ്പോൾ നമുക്കിത് കോട്ട് ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. ഇനി അതിൻ്റെ മുന്നേ ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു സൈഡൊക്കെ ഞാനിപ്പോൾ മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് ഇത് ബ്രെഡ് ക്രംസ് ആക്കാൻ വേണ്ടി പോവുകയാണ്. അതവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കേണ്ടില്ല കേട്ടോ, കാരണം ബ്രെഡ് ആയതുകൊണ്ട് ബ്രെഡിൽ ഓൾറെഡി നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ടിയില്ല. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് കൊടുത്ത് വെക്കുക. ഇനിയിപ്പോൾ ഓരോ ഈ റോളും നമ്മൾ ആദ്യം ഒന്ന് ബ്രെഡിൽ മുട്ടയിലൊന്ന് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. ആ മുട്ട ആവാത്ത സ്ഥലത്തൊക്കെ നന്നായിട്ട് ആക്കിയതിൻ്റെ ശേഷം ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ബ്രെഡിൽ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഡബിൾ കോട്ടിംഗ് ഒന്നും വേണ്ട കേട്ടോ, ഒരൊറ്റ തന്നെ മതി. കാരണം ബ്രെഡ് ഫുള്ളായിട്ടുണ്ടല്ലോ ഇത്. അപ്പോൾ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തതാണ്. അപ്പോൾ ഇനി ഡബിൾ കോട്ടിംഗ് ഒന്നും വേണ്ട, ഒറ്റൊന്നും മതി. വലിയ സാധനമല്ല, അപ്പോൾ അതുകൊണ്ട് ഡബിളൊന്നും വേണ്ട. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് കോട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് ഇത് ഇവിടെ കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഓരോന്നും ഞാനിങ്ങനെ ഫ്രീസറിൽ ഇങ്ങനെ കോട്ട് ചെയ്തതിന് ശേഷം വെച്ചതാണിത്. അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കാലം വരെ ഇങ്ങനെ വെക്കാനും വേണ്ടി പറ്റും. 1 മാസം വരെയൊക്കെ ഈ ഒരു ബ്രെഡ് റോൾ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതെങ്ങനെയാണ് പൊരിക്കുക എന്നുള്ളതും ഞാനിപ്പോൾ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നിപ്പോൾ ഞാൻ ബ്രെഡ് റോൾ എടുത്തതാണ്. അതിന് ഓരോന്ന് ഇതേപോലെ തന്നെ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒരു മീഡിയം തീയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ചെറിയ തീയിലിട്ടിട്ട് ഫ്രൈ ആക്കിയാൽ മതി കേട്ടോ. എണ്ണ ഒന്നും കുടിക്കില്ല, നല്ല സ്നാക്കാണ്, അടിപൊളിയാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെറിയ മക്കൾക്ക് വരെ ഇഷ്ടപ്പെടും. കാരണം ഈ ഒരു പിസ്സൻ്റെ ടേസ്റ്റും ഷവർമൻ്റെ ടേസ്റ്റും എല്ലാം വരുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇത്. ചിക്കൻ ടിക്ക ആയിട്ട് നമ്മൾ പൊരിച്ച് വെച്ചതുകൊണ്ട് കുറച്ച് സ്പൈസിയാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. നല്ല വെജിറ്റബിൾസും എല്ലാം വരുന്നുണ്ടല്ലോ, എല്ലാ വെജിറ്റബിൾസും ഉണ്ട്. അതേപോലെ തന്നെ ചിക്കൻ ഉണ്ട്, എല്ലാം ബ്രെഡ് ഉണ്ട്, എല്ലാം വരുന്നുണ്ട്, മുട്ട വരുന്നുണ്ട്, എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് ഹെൽത്തി മീലും കൂടിയാണ്. പക്ഷെ ഫ്രൈ ആക്കുന്നതെന്നുള്ള ഒരു അൺഹെൽത്തി ആണെന്നുള്ള അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം കൊണ്ടും എല്ലാം ഒരു ബാലൻസ്ഡ് ആണ് കേട്ടോ. അത് ശരിക്കും എല്ലാവർക്കും ഇഷ്ടമാണ്, നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഞാനിതാ 2 ഭാഗം ഒന്ന് ഗോൾഡൻ കളറായിട്ട് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ചിക്കൻ ടിക്ക പിസ്സ ബ്രെഡ് റോൾ കേട്ടോ. നമ്മൾ സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറന്നു പോകരുത്. ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോയിൽ അടുത്തതിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.